എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഒരു വിഷയത്തെ സംബന്ധിച്ചല്ല, പല വിഷയങ്ങളാണ്, കണക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ആദ്യമായി പറയട്ടെ, ചൂരമല ദുരന്തം വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടൊരു ദുരന്തമായിരുന്നു. അത് നടന്നിട്ടിന്ന് 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഏതെങ്കിലും ഒരു ചാനലുകാരെ ഈ ദുരന്തത്തെ സംബന്ധിച്ച എന്തെങ്കിലും ഒരു ഓർമ്മക്കുറിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർത്തയോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഈ ദുരന്തത്തിന് ശേഷം പുനരധിവാസ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങൾ തുടരുന്നുണ്ട്. ചില വിവാദങ്ങൾക്കൊക്കെ പരിഹാരവുമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം, അതായത് ജൂലൈ 30-ന് 2025 ജൂലൈ 30-നാണ് മറ്റൊരു വിവാദം കേരളത്തിലുണ്ടായത്. ചൂരമല ദുരന്തത്തിൻ്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് മറ്റൊരു വിഷയം ഉണ്ടായി. അതായത് ആ വിഷയം എന്ന് പറഞ്ഞാൽ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി എന്നതാണ്. ഗോവിന്ദസ്വാമിയെ പിടികൂടി, അതല്ല ഇവിടുത്തെ വിഷയം. ശരിക്കും ഗോവിന്ദസ്വാമി സ്വയം ജയിലിൽ ചാടിയതല്ല, ഗോവിന്ദസ്വാമിയെ ജയിലിൽ ചാടാൻ വേണ്ടി സഹായിച്ചു എന്നതാണ്. ഇത് ആര് സഹായിച്ചു, എപ്പോൾ സഹായിച്ചു, എങ്ങനെ സഹായിച്ചു എന്നതിനെ പറ്റി യാതൊരു വിധമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകളോ ഒന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതും 1 വർഷം തികയാണ്. അന്ന് മീഡിയകളിലൊക്കെ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ താരമായിരുന്നു പി വി അൻവർ ശരിക്കും പോലീസിനെതിരെ ഒരു വലിയ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളെ ജയിലിൽ കൊണ്ടുപോകണം. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയുമായി ബന്ധപ്പെട്ട് കുറേ ഫോട്ടോകളും അതുപോലെ CCTV ദൃശ്യങ്ങളും ഒക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് പുറത്തുവിടുകയുണ്ടായി. ഇത് പി അൻവർ പറഞ്ഞത് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ സഹായമില്ലാതെ ഗോവിന്ദസ്വാമിയെ പോലെയുള്ള ഒരാൾക്ക് ഇത്രയും അഭ്യാസം കാണിച്ച് ഈ ജയിലിന് പുറത്ത് പോകാൻ കഴിയില്ല. അതിനുശേഷം പോലീസ് വളരെ നാടകീയമായി തന്നെ പിടികൂടുകയും ഒക്കെ ചെയ്തു. ഏതോ ഒരു പശുത്തൊഴുത്ത് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് അതിനടിയിൽ കുറെ നൂല് കെട്ടിയിട്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവാനുള്ള പ്രധാന കാരണമായി പി അൻവർ പറയുന്നത്, ചൂരമല ദുരന്തം നടന്നിട്ട് 1 വർഷം തികയുമ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ പുറകിലായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ഇത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിരുന്നു എന്നതാണ് പറയുന്നത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലുണ്ടായത്. ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും, സെക്രട്ടേറിയറ്റിലെ തീപിടുത്തമടക്കം നിരവധി കാര്യങ്ങൾ ഉണ്ട്. ഇതൊക്കെ ആരൊക്കെയോ സൃഷ്ടിച്ചതാണ് എന്ന രീതിയിലായിരുന്നു പല റിപ്പോർട്ടുകളും പുറത്തു വന്നത്. എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇതുവരെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിധമായ അന്വേഷണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. പക്ഷേ ജനങ്ങൾ ഇത് ചോദിക്കുന്ന ഒരു സമയം വന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല കാര്യങ്ങൾ ഒന്നും തെളിയിക്കപ്പെടാതെ തന്നെ അവശേഷിക്കുകയാണ്. അപ്പോൾ പോലീസ് എന്ത് ചെയ്യുകയാണ് എന്നതാണ് ഇപ്പോൾ ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു ചോദ്യം. പല കുറ്റകൃത്യങ്ങളും തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, പല കാര്യങ്ങളും അഭ്യൂഹത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല. വളരെയേറെ അഴിമതികൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി ഭരിക്കാമെന്നാണ് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഈ സർക്കാരിനെ വെറുക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കാരണവശാലും LDF സമരമുഖത്ത് ഇറങ്ങത്തില്ല എന്ന കാര്യമാണ് UDF വിശ്വാസമെങ്കിൽ അവിടെ ആണ് തെറ്റുന്നത്. BJP ഉണ്ട്, അതുപോലെ തന്നെ ജനങ്ങളുണ്ട്. BJP സമരമുഖത്ത് ഇറങ്ങിയാൽ ഒരു പക്ഷേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നത് ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും UDF ആയിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ 140 ഗോളുകളിൽ 3 ഗോള് അവരുടേതാണ്. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ എത്ര ഗോളുകൾ അവർ UDF ഗോൾ പോസ്റ്റിലേക്ക് അടിക്കും എന്ന് നിങ്ങൾ സ്വയം കണക്ക് കൂട്ടുക. വിവാദങ്ങൾക്കും വിഷയങ്ങൾക്കും പഞ്ഞമില്ലാത്ത നമ്മുടെ മലയാള നാട്ടിലെ മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.